നമസ്കാരം, ഞാൻ അനൂപ് അഗ്നിശർമ്മൻ ആറ്റിങ്ങൽ. നമ്മളിന്ന് പൂർവജന്മ അസ്ട്രോളജിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മുടക്ക് ദോഷം. എന്താണ് ഈ മുടക്ക് ദോഷം? അതെങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? എന്ത് തെറ്റുകൾ ചെയ്താലായിരിക്കും നമുക്കിവിടെ മുടക്കം സംഭവിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമ്മൾ മുടക്ക് ദോഷം എന്ന് മനസ്സിലാക്കേണ്ടത് പൂർവജന്മ അസ്ട്രോളജിയിൽ ജനന മരണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ ജനനത്തിൻ്റെ ഗ്രഹം ആരാ? സൂര്യൻ. മരണത്തിൻ്റെ ഗ്രഹമോ? കേതു. ആഗ്രഹത്തിൻ്റെ ഗ്രഹം ആരാണ്? ശുക്രൻ. ചന്ദ്രൻ. അപ്പോൾ ഒരുവന്റെ ജനനം മുതൽ അവന്റെ മരണം വരെയുള്ള കാലഘട്ടങ്ങളിൽ അവന്റെ ആഗ്രഹങ്ങളുമായി കണക്ട് ചെയ്യുന്ന നിയമത്തിൽ വന്ന തെറ്റുകളെയും ശരികളുടെയും അടിസ്ഥാനപ്പെടുത്തുന്ന കോൽക്കണക്കാണ് മുടക്ക്. അത് കണക്കാക്കുന്നത് എന്തെന്ന് വെച്ചാൽ സൂര്യൻ നക്ഷത്രം മുതൽ കേതു നിന്ന നക്ഷത്രം വരെ എണ്ണണം. അതായത് കേതുവിന്റെ നക്ഷത്രം ധനുരാശി മണ്ഡലത്തിൽ, അതായത് കാലചക്രത്തിന്റെ 9ാം ഭാവമായ ധർമ്മരാശിയിൽ സ്ഥിതി ചെയ്യുന്ന കേതുവിന്റെ നക്ഷത്രം വരെ എണ്ണിക്കിട്ടുന്ന സംഖ്യയെ ഭോഗകാരകനായ ശുക്രന്റെ ആ രാശിയുടെ നക്ഷത്രത്തിൽ നിന്ന് എണ്ണി എത്ര സംഖ്യ വരുന്നോ ആ സംഖ്യയുടെ അടിസ്ഥാനത്തിൽ വരുന്ന ഗ്രഹവും നക്ഷത്രവും ജാതകത്തിൽ മുടക്ക് നക്ഷത്രവും മുടക്ക് ഗ്രഹമായിട്ട് തീരും. മനസ്സിലായോ? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മേടൻ രാശിയിലാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പം മേടൻ രാശിയിൽ സൂര്യൻ നിൽക്കുമ്പോൾ സൂര്യന് അശ്വതി നക്ഷത്രത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നിരിക്കെ, അപ്പോൾ ആ അശ്വതി നക്ഷത്രത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ അശ്വതി നക്ഷത്രം മുതൽ നമ്മൾ എണ്ണി മൂലം നക്ഷത്രം വരെ എണ്ണുമ്പോൾ എത്രാമത്തെ സംഖ്യ വരുന്നു? അപ്പോൾ അശ്വതി നക്ഷത്രം മുതൽ മൂലം നക്ഷത്രം വരെ എണ്ണുമ്പോൾ എത്ര സംഖ്യ വരും? 19, അല്ലേ? അപ്പം ആ 19 എന്നുള്ള കണക്ക് മൂലത്തിന്റെ തൊട്ടടുത്ത നക്ഷത്രം ഏതാണ്? പുരടം. ശുക്രന്റെ നക്ഷത്രമാണ്. അവിടെ മുതൽ എണ്ണുമ്പോൾ 19ാമത് എണ്ണി വരുമ്പോൾ ഏത് നക്ഷത്രം വരും? പൂരം. അപ്പോൾ ആ പൂരം നക്ഷത്രം ഈ ജാതകത്തിൽ മുടക്ക് നക്ഷത്രമായിട്ട് തീരും. അപ്പം പൂരം നക്ഷത്രം എന്ന് പറയുന്നത് ഏത് രാശിയാണ്? ചിങ്ങൻ രാശി. അപ്പൊ ചിങ്ങത്തിന്റെ അധിപൻ ആരാണ്? സൂര്യൻ. അപ്പൊ സൂര്യൻ ഈ ജാതകത്തിൽ മുടക്ക് ഗ്രഹവും പൂരം നക്ഷത്രം ജാതകത്തിൽ മുടക്ക് ഗ്രഹവും ചിങ്ങൻ രാശി ജാതകത്തിൽ മുടക്ക് രാശിയുമായി തീരും. മനസ്സിലായോ? അപ്പോൾ ഒരു ഉദാഹരണത്തിന് മീനൻ രാശി ലഗ്നമായിട്ടിരിക്കെ ഈ കണക്ക് വരുമ്പോൾ മേടൻ രാശിയിലാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പം മീനൻ രാശിയുടെ 2ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുക. അപ്പോൾ 2ാം ഭാവം ജാതകന് മുടക്ക് രാശി. പൂരം നക്ഷത്രം ചിങ്ങൻ രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മീനൻ രാശി മുതൽ എണ്ണുമ്പോൾ 6ാമത്തെ സ്ഥാനമായിട്ട് വരും. അപ്പോൾ 2ാം ഭാവവും 6ാം ഭാവവും ഈ ജാതകത്തിൽ മുടക്ക് ഭാവമായിട്ട് തീരും. മനസ്സിലായോ? അപ്പോൾ 2ഉം 6ഉം തമ്മിലുള്ള കണക്ഷൻസ് എടുക്കണം. 6 ശത്രു, രോഗം, കടം. 2 ധനം, കുടുംബം, വാക്ക്. അപ്പം 2ഉം കണക്റ്റ് ആയാൽ എന്ത് പറ്റും? ഇവന്റെ വാക്കിലൂടെ ശത്രുക്കൾ ഉണ്ടാവും. 6ഉം 2ഉം കണക്കാകുമ്പോൾ രോഗത്തിലൂടെ പണം പോകും. മനസ്സിലായോ? അപ്പം ഒരുവന്റെ 2ാം ഭാവം മുടങ്ങിപ്പോയവന്റെ ധനം മുടങ്ങിപ്പോവും, അവന്റെ കുടുംബം മുടങ്ങിപ്പോവും. അവൻ ഫിനാൻഷ്യൽ മേഖല എത്ര ശ്രമിച്ചാലും ഗ്രോത്ത് ഉണ്ടാവില്ല. കുടുംബത്തിലൊരു നിമ്മതിയോ സമാധാനം ഉണ്ടാവത്തില്ല. കുടുംബക്കാർ തമ്മിൽ പ്രശ്നങ്ങളായിരിക്കും. മനസ്സിലായോ? 6ാം ഭാവമാണ് കടം. അവന് കടം സംബന്ധിച്ച പ്രശ്നം വരും, രോഗം വരും, അകാരണമായി ശത്രുക്കൾ ഉണ്ടാവും. ഇവനെതിരെ പല ആൾക്കാരും ആഭിചാരം പോലെയുള്ള ദോഷകർമ്മങ്ങൾ ചെയ്യും. കാരണം 6ാം ഭാവവും ശത്രുവും ആഭിചാര സ്ഥാനം കൂടെ.
ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവന് നേരിടാനായിട്ട് അനുഭവങ്ങൾ വരും. അത് എന്തുകൊണ്ടാണ് ഈ ആത്മാവിന് ഇങ്ങനെ അനുഭവിക്കാൻ കർമ്മ വരിക എന്നൊരു ചോദ്യം വരില്ലേ? ഇത് മുടങ്ങിപ്പോയൊരു കാരണം വേണ്ടേ? അവിടെയാണ് ഇവൻ ചെയ്ത കർമ്മത്തെറ്റിന്റെ കണക്ക്. അപ്പോൾ പൂരം നക്ഷത്രം മുടങ്ങിപ്പോകുന്നു. അപ്പോൾ പൂരം നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി, പൂരം, പൂരാടം ഇതെല്ലാം ശുക്രന്റെ നക്ഷത്രങ്ങളാണ്. അപ്പൊ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം എന്തിനെ സൂചിപ്പിക്കണം? വിവാഹത്തേലും പ്രണയത്തേലും ഭാര്യയിലും സ്ത്രീകളെയും സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. അപ്പൊ ഇവൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? കഴിഞ്ഞ ജന്മത്ത് സ്ത്രീകളോടും ഭാര്യയോടും അല്ലെങ്കിൽ പെൺകളായിരിക്കുന്ന ആൾക്കാരോട് ഇവർ ഉറപ്പായിട്ടും ചില ദോഷകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ശുക്രൻ ഇവന് പ്രതികൂലമായി തീർന്നത്. അപ്പം പൂരം നക്ഷത്രം മുടങ്ങി പോകണമെങ്കിൽ തന്നെ ഇവൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഭരണി, പൂരം, പൂരാടം ഈ നക്ഷത്രങ്ങൾ മുടങ്ങി പോകണമെങ്കിൽ ഈ ആത്മാവിൻ്റെ മുജ്ജന്മത്തിൽ മറ്റൊരുത്തൻ്റെ നിത്യവരുമാനത്തെ ബ്ലോക്ക് ചെയ്തവരായിരിക്കും. ഇപ്പം ഒരുവൻ നല്ലതായിട്ട് തൊഴിൽ ചെയ്യുന്നു, ഇവൻ അവനോട് അസൂയ അല്ലെ അവനോട് ശത്രു തോന്നിട്ട് എന്ത് ചെയ്തു? അവൻ്റെ ആ തൊഴിലിനെ നശിപ്പിച്ച് കളയാനോ അല്ലെങ്കിൽ അത് ഇല്ലാണ്ടാക്കി കളയാനോ ഉള്ള പ്രവൃത്തി ഈ ആത്മാവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇവൻ എന്ത് പറ്റും? തൊഴിൽ പ്രശ്നം വരും. ഇവൻ ജാതകത്തിൽ എത്ര യോഗങ്ങളുണ്ടെങ്കിലും ഉയർന്ന നിലയിലേക്ക് വന്നെന്ന് പറഞ്ഞാലും ഏതെങ്കിലും ഒരു വ്യക്തി ഇവന്റെ തൊഴിലിനെ തടസ്സം ചെയ്യാനോ അവനെ ഡിസ്റ്റർബ് ചെയ്യാനോ ഇവിടെ ഉണ്ടാവും. മനസ്സിലായോ? അങ്ങനെയുള്ള കർമ്മദോഷങ്ങൾ ഇവൻ ചെയ്തതിന്റെ ഫലമാണ് ഇവന് ഇവിടെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കാൻ കർമ്മ വരുന്നത്. അത് ഇവൻ എന്ത് ചെയ്യണം? മറ്റുള്ള ആൾക്കാരെ സഹായിക്കണം. തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും ഒരുപാട് താഴേക്കിടയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും ഒക്കെ തന്നെ ഇവനാലാകുന്ന പോലെയുള്ള സഹായ കർമ്മങ്ങൾ ചെയ്യണം. രണ്ടാമത്തെ കാര്യങ്ങൾ എന്താണ്? ഇവന്റെ മുടക്ക് ദോഷത്തെ നിവർത്തി ചെയ്യാനുള്ള കോവിലിൽ പോകണം. 2-ാം ഭാവവും 6-ാം ഭാവവും മുടങ്ങിപ്പോയി. ഇതിനെ നിവർത്തി ചെയ്യേണ്ട കർമ്മ കോവിലിൽ പോയി ഈ മുടക്ക് ദോഷത്തെ നിവർത്തി ചെയ്യാത്തിടത്തോളം കാലം ഇവൻ ഈ ജന്മത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഓരോ തരത്തിലുള്ള തടസ്സങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ ഗോചരപ്രകാരം നമ്മൾ പറയും വ്യാഴത്തിന് മാറ്റം സംഭവിക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ശനിക്ക് മാറ്റം വരാൻ പോകുന്നു, രാഹുകേതുക്കൾക്ക് മാറ്റം വരാൻ പോകുന്നു, നിങ്ങൾക്ക് നല്ലത് വരാൻ പോകുന്നു, ഉചിതത് വരാൻ പോകുന്നു എന്നൊക്കെ പലരും പറയാറുണ്ട്. ഗ്രഹങ്ങളുടെ മാറ്റത്തിനനുസരിച്ചുകൊണ്ട് മാറ്റങ്ങൾ വരും, ചില വ്യത്യാസങ്ങൾ വരും. കാരണം നമ്മളെല്ലാം ഓരോ നക്ഷത്രത്തിൻ്റെയും ഗ്രഹങ്ങളുടെയും പ്ലാനറ്റ്സിൻ്റെയും വഴിക്കാണ് നമ്മളെല്ലാം ഉള്ളത്. അതിൻ്റെ റൂട്ടിലൂടെ മാത്രമേ ഒരു വ്യക്തി ഇവിടെ സഞ്ചരിക്കത്തുള്ളൂ, അതിനൊരു മാറ്റവും വരില്ല. അപ്പോൾ ഗ്രഹങ്ങൾക്ക് മാറ്റം വരുന്നതിനനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ലൈഫിൽ വരുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ വ്യാഴം അനുകൂല ഭാവത്തിലേക്ക് വരുന്നു, നിങ്ങൾക്ക് നല്ലത് വരാൻ പോകുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഇന്നേ വരെ ഈ അത് വരാൻ പോകുന്നു, ഇത് വരാൻ പോകുന്നു ഒക്കെ പലരും ചാനലിനകത്തും പറയാറുണ്ട്. ഇത് ആൾക്കാരൊക്കെ വലിയ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് നോക്കാറുമുണ്ട്. ഇന്നേ വരെ ഒരുത്തനും അതിൻ്റെ ഒരു ഫലവും കിട്ടിയിട്ടില്ല. മനസ്സിലായോ? ഇത് സംഭവിക്കാത്തതിൻ്റെ കാര്യം എന്ന് പറയുന്നതിൻ്റെ ഒരു ഒറ്റ റീസണാണ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, മേടൻ രാശിയും ചിങ്ങൻ രാശിയും ഈ ജാതകന് മുടക്ക് രാശിയായിട്ട് തീർന്നു. ഈ രാശിയിലൂടെ ഏതൊക്കെ ഗ്രഹങ്ങൾ കടന്നു പോയിട്ടുണ്ടോ ആ ഗ്രഹങ്ങളൊക്കെയും മുടക്കുവേല ചെയ്യും. മനസ്സിലായോ? ഒരുവന്റെ ലഗ്നം ചന്ദ്രലഗ്നം, ഈ ലഗ്നത്തിലേക്ക് മുടക്ക് രാശി കവർ ചെയ്യുന്ന നക്ഷത്രങ്ങൾ ദൃഷ്ടി ചെയ്യുകയോ യോഗം ചെയ്യുകയോ സഞ്ചരിക്കുകയോ ചെയ്യുന്ന കാലഘട്ടത്തിൽ ഇവന് അതായത് കഷ്ടകാലമായിരിക്കും. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തന്നാൽ, നമ്മൾ ഇപ്പം ഇവിടെ മഴയില്ല, മോള് അല്ലെങ്കിൽ നിങ്ങളൊക്കെ വന്നത് ഒരു മഴയുള്ള സ്ഥലത്തൂടാണ് നിങ്ങളിങ്ങോട്ട് വന്നത്. അപ്പം ഇവിടെ മഴയില്ലെങ്കിലും നിങ്ങൾ ആ മഴ നനഞ്ഞ് വന്നപ്പോൾ നിങ്ങളിൽ എന്തുണ്ടാവും? നനവുണ്ടാവും. ആ നനവും കൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പം നിങ്ങളുടെ ആ നനവും കൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് എവിടെയും ഉണ്ടാകും, ഈ വന്ന സ്ഥലത്ത് ഉണ്ടാവില്ലേ?
എന്ന് പറയുന്ന പോലെയാണ് മുടക്ക് രാശിയിലൂടെ സഞ്ചരിച്ചു വരുന്ന ഗ്രഹങ്ങളും ഒരുവന്റെ ലഗ്നത്തിലേക്കോ ചന്ദ്രനിലേക്കോ ദൃഷ്ടിയോ നോട്ടമോ, ദൃഷ്ടി എന്ന് പറഞ്ഞാൽ നോട്ടം തന്നെ, യോഗം എന്ന് പറഞ്ഞാൽ വരുന്ന കാലഘട്ടം, ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ ഈ ജാതകന് കഷ്ടകാലം ഉണ്ടാവും, ദുരിതങ്ങളുണ്ടാവും, തടസ്സങ്ങളായിരിക്കും. എന്ന് ഈ ജാതകൻ ഈ തടസ്സത്തെ പരിഹരിക്കുവാനുള്ള മാർഗങ്ങൾ ചെയ്ത് കോവിലുകളിൽ പോയി ഈ കർമ്മദോഷത്തിലുള്ള പ്രായശ്ചിത്തങ്ങൾ ചെയ്തില്ല എങ്കിൽ അവന്റെ ജീവിത അവസാനം വരെയും അവൻ ഓരോ തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, പൂര നക്ഷത്രം മുടങ്ങി പോയി കഴിഞ്ഞു. അപ്പൊ എന്താ, ഇവന്റെ മറ്റൊരുത്തന്റെ വരുമാനത്തെ തട ചെയ്താണ്. ഇവരിവിടെ എന്ത് പറ്റും, വരുമാന തടസ്സം വരും, ആരെങ്കിലും വന്ന് ഇവനെ ബ്ലോക്ക് ചെയ്യും. മനസ്സിലായോ? ഇപ്പം വേറൊരു നക്ഷത്രത്തെ എടുക്കാം. ഇപ്പൊ നമുക്ക് രോഹിണി, അത്തം, തിരുവോണം ഈ നക്ഷത്രങ്ങളാണ് മുടങ്ങിപ്പോയെന്നിരിക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ആത്മാവ് എന്ത് ചെയ്തിട്ടുണ്ടാകും? മുജ്ജന്മത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തെ സെറ്റിലാകുന്നതിന് തടസ്സം ചെയ്തവരായിരിക്കും. അതായത് അവന്റെ ലക്ഷറി ലൈഫിന് തടസ്സം ചെയ്തവരായിരിക്കും ഇവര്. ലക്ഷറി ലൈഫ് എന്ന് പറഞ്ഞാൽ അവന്റെ ഉയർച്ച. അവൻ സാമാന്യമായി ജീവിച്ചു പോകുന്നൊരു വ്യക്തി, അവന് കുറച്ച് കാശ് വന്നു, അവൻ എൻ്റെ വീടൊന്ന് മോടി പിടിപ്പിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അവനവൻ്റെ വാഹനം ഒന്ന് മാറ്റി നല്ല വണ്ടി എടുക്കാൻ ശ്രമിക്കുന്നു, വീട്ടിലേക്ക് കുറച്ച് ഗ്രഹ ഉപകരണങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കുന്നു, മോഡിഫിക്കേഷൻ. ഇങ്ങനെയുള്ള കർമ്മകാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും ഇവരെന്ത് ചെയ്യും? അവനോട് അസൂയ തോന്നുക. അങ്ങനെ അസൂയ തോന്നിട്ട് അവന്റെ ഈ കർമ്മകാര്യങ്ങൾക്ക് തടസ്സം ചെയ്യുക, അല്ലെങ്കിൽ അവൻ ഇവനോടൊരു അഭിപ്രായം ചോദിക്കുക. ഇവരെന്ത് പറയും? തെറ്റായ ഡിസിഷൻ ആയിരിക്കും ഇവന് എടുത്തു കൊടുക്കുക. അപ്പൊ ഇവനോട് പറയാം, ഞാൻ ഇങ്ങനെ ഒരു വണ്ടി മേടിക്കാൻ പ്ലാൻ എടുക്കുന്നുണ്ട്. ഇപ്പം പറയാം, എനിക്ക് എൻ്റെ പരിചയത്തിൽ വണ്ടിയുണ്ട്, നമുക്ക് വണ്ടി എടുക്കാൻ പറഞ്ഞിട്ട് കംപ്ലൈന്റ് ഉള്ള വണ്ടിയായിരിക്കും ഇവന് വാങ്ങിച്ചു കൊടുക്കുക. ഇവൻ അതുകൊണ്ട് കാശെല്ലാം കളഞ്ഞ് ആ പാടെ പ്രശ്നത്തിലാവും. മനസ്സിലായോ? എന്ന് പറയുന്ന രീതിയിൽ ഇവൻ ദ്രോഹം ചെയ്തവനായിരിക്കും. രോഹിണി, അത്തം, തിരുവോണം ഈ നക്ഷത്രങ്ങൾ മുടങ്ങിപ്പോയാൽ, മനസ്സിലായോ? അപ്പൊ ഇവൻ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? ഇവൻ ഇപ്പൊ പോയി ഒരു വണ്ടി എടുക്കട്ടെ, ഇവൻ കംപ്ലൈന്റ് ഉള്ള വണ്ടിയായിരിക്കും എടുക്കുക. ഇവൻ വണ്ടി എടുത്തോണ്ട് വണ്ടി തട്ടും. ഇതിന്റെ പുറകിന് കാശ് ചെലവാക്കാൻ ഇവർക്ക് ഇവിടെ കർമ്മ വരേണ്ടി വരും. ഇവനിവിടെ വീട് വെക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു, അടിത്തറ കെട്ടിയിടും, വീടുപണി നടക്കത്തില്ല. എന്തുകൊണ്ടാണ്? ഇവൻ കഴിഞ്ഞ ജന്മത്തിൽ ഒരുത്തന്റെ ലക്ഷറിയെ നശിപ്പിച്ചവനാണ്. മനസ്സിലായോ? അപ്പൊ ഇവരിവിടെ എന്ത് ചെയ്യണം? പാവങ്ങളായിരിക്കുന്നവർക്ക് വീട് വെക്കുന്നതിനൊക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവരോട് പറയണം, ഒരു ചാക്ക് സിമിന്റ് ഞാൻ എടുത്തു തരാം, അല്ലെങ്കിൽ 10 കട്ട ഞാൻ വാങ്ങിച്ചു തരാം. ഇങ്ങനെയുള്ള സഹായ കർമ്മങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ അമ്പലം പണിക്ക് അവിടത്തേക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെയുള്ളതായ ദാനകർമ്മങ്ങൾ ഇവനിവിടെ ചെയ്യണം. അതൊരു രീതിയിലുള്ള കാര്യങ്ങൾ. രണ്ടാമത് രോഹിണി, അത്തം, തിരുവോണം ഏത് ഭാവമാണോ മുടങ്ങിയത് ആ ഭാവത്തിന്റെ മുടക്ക കോവിലിൽ പോയി ഇനി പ്രായശ്ചിത്ത കാര്യങ്ങൾ ചെയ്യണം. മനസ്സിലായോ? അങ്ങനെ ചെയ്യാത്തിടത്തോളം കാലം ആ കർമ്മക്കണക്ക് ഇവനിൽ കിടന്ന് ഇവന് ദണ്ഡനം കൊടുത്തോണ്ട് ഇവനെ അവിടെ അടിയോടെ അടിയായിരിക്കും. ഏത് കാര്യത്തിന് പോയെന്ന് പറഞ്ഞാലും അവന് തടസ്സമായിരിക്കും. മനസ്സിലായോ? ഈ രീതിയിലായിരിക്കും ഗ്രഹങ്ങളുടെ മുടക്ക് വേല ചെയ്യുക. അപ്പോൾ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമല്ലേ അത്? അപ്പൊ ആ മുടക്ക് ദോഷത്തിന് പരിഹാരം ചെയ്തില്ലെങ്കിൽ ഒരുവന്റെ ജീവിത അവസാനം വരെ ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ അവനിങ്ങനെ തടസ്സം വന്നുകൊണ്ടിരിക്കും. പല ആൾക്കാരും ജാതകങ്ങൾ നോക്കിയിട്ട് പറയുന്നുണ്ടോ, പല ജ്യോത്സ്യന്മാരും പറഞ്ഞു കൊടുക്കും, അയാൾക്ക് ശുക്രദശ തുടങ്ങുന്നു, വ്യാഴദശ, വ്യാഴം അവിടെ നിൽക്കുന്നുണ്ട്, ഉച്ചത്തിൽ നിൽക്കുന്ന വ്യാഴമാണ്, 9ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴമാണ്. പക്ഷെ അതിൻ്റെതായ നിങ്ങൾക്ക് സൂപ്പറായിട്ട് വരും, നിങ്ങൾക്ക് വണ്ടി മേടിക്കും, വീട് വെക്കും, മറ്റേ യോഗം മറിച്ച യോഗം എന്നൊക്കെ പറയും. പക്ഷെ ഇവന് ഫലം കാണത്തില്ല. എന്താ കാരണം? ഇവൻ ചെയ്ത കർമ്മക്കണക്ക് ഇവിടെ കിടക്കുക, ഈ തെറ്റിവിടെ കിടക്കുക. ആ ദണ്ഡനം ഇവന്റെ DNA നിന്ന് കണക്ട് ചെയ്ത് മാറാത്തിടത്തോളം കാലം ഈ ഗ്രഹം ഇവന് വർക്ക് ചെയ്യത്തില്ല. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ പാസ്റ്റ് ലൈഫ് അസ്ട്രോളജിയുടെ രഹസ്യ കണക്കുകൾ? അപ്പൊ ജസ്റ്റ് ഒരു ഗ്രഹനില നോക്കുകയോ ജാതകം നോക്കി ഗ്രഹം അവിടെ നിൽക്കുന്നുണ്ട്, ഇവിടെ നിൽക്കുന്നുണ്ട്, മറ്റേ യോഗമുണ്ട്, മറിച്ച യോഗമുണ്ടെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലെ രഹസ്യങ്ങളായിരിക്കുന്ന പല കാര്യങ്ങളിലൂടെയാണ് ഒരുവൻ എന്ത് തെറ്റ് ചെയ്തു ആ തെറ്റ് അവൻ മനസ്സിലാക്കണം. എന്നിട്ട് അവൻ എന്ത് ചെയ്യണം? ആ തെറ്റ് ഇവിടെ വീണ്ടും ഒരിക്കലും ആവർത്തിക്കാനായിട്ട് പാടില്ല. അങ്ങനെ ചെയ്യുകയും ആത്മാർത്ഥമായിട്ടുള്ള ക്ഷമാപണം, ആ കർമ്മക്ഷേത്രങ്ങളിൽ പോയിട്ട് ചെയ്ത അപരാധങ്ങൾ ഏറ്റുപറയുന്ന അമ്പരാനെ ഈ കർമ്മത്തിൽ നിന്നും വിടുതൽ തരണേ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ക്ഷമാപണം ചെയ്താൽ
തമ്പുരാൻ ഇവനോട് ക്ഷമിച്ചാൽ ഇവൻ രക്ഷപ്പെടും. നമ്മുടെ ജോലി എന്താ? റൂട്ട് പറഞ്ഞു കൊടുക്കുക. ഈ ആത്മാവിന്റെ പാപം തീർക്കേണ്ടത് ആരുടെ കടമയാ? ആ ആത്മാവിന്റെ കടമയാണ്. അവന്റെ പ്രാർത്ഥന, അവന്റെ അർപ്പണം, അതിലൂടെ മാത്രമേ അവന് മുക്തിയും മോക്ഷവും ലഭിക്കാൻ ഇടവരത്തുള്ളൂ. ഇതാണ് അതിനകത്തുള്ള കാര്യം. രക്ഷപ്പെടാൻ യോഗമുള്ളവർക്കാണെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് പോയാൽ മതി, കർമ്മം മാറി രക്ഷപ്പെടും. കർമ്മക്കണക്ക് കൂടുതലുള്ളവരാണെങ്കിലോ പതുക്കെ 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 മാത്രമേ അതിൽ നിന്നും മാറ്റങ്ങൾ വരുള്ളൂ. മനസ്സിലായോ? ഇതാണ് അതിനകത്തുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ മുടക്ക് കർമ്മദോഷങ്ങൾക്ക് പരിഹാരം കാണാത്തിടത്തോളം കാലം ഒരുവന്റെ ജീവിതത്തിൽ അവൻ ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ തടസ്സങ്ങൾ ഇങ്ങനെ ബാധിച്ചുകൊണ്ടേയിരിക്കും. അത് കൃത്യമായി മനസ്സിലാക്കണം. ഇപ്പൊ നമ്മൾ നോക്കുന്ന ആൾക്കാർക്ക് നമ്മൾ എഴുതി കൊടുക്കും, ഇന്ന ഗ്രഹം അവർക്ക് മുടങ്ങിയിട്ടുണ്ട്, ഇന്ന നക്ഷത്രം മുടങ്ങിയിട്ടുണ്ട്, ഇന്ന കോവിലാണ് അവർ പോകേണ്ടത്, നമ്മൾ എഴുതി കൊടുക്കും. പക്ഷെ അവർക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല എന്താണ് ഈ മുടക്ക്. ഇത് വേറൊരു ജ്യോത്സ്യന്മാരും പറയത്തില്ല. കാരണം ഇത് രഹസ്യ രീതിയിലുള്ള പാസ്റ്റ് ലൈഫ് കർമ്മയിലുള്ള നിയമങ്ങളാണ്. മനസ്സിലായോ? അപ്പൊ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളിലൂടെയാണ് നമ്മൾ അസ്ട്രോളജി ചിന്തിക്കുക. ഇതിന്റെ ഒരു മെത്തേഡ് മാത്രമാണ്. ഇനിയും പല മെത്തേഡുകളുണ്ട്, നമുക്ക് വീണ്ടും അത് മനസ്സിലാക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ ക്ലാസ് ഇഷ്ടമായോ? ഇഷ്ടമായി. ശരി, നന്ദി, നമസ്കാരം.